ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ നമ്മൾ കുറച്ച് നാളത്തെ ശേഷമാണ് നമ്മൾ വരുന്നത്. ഞാൻ ഇപ്രാവശ്യം ഞായറാഴ്ച ഇട്ടിട്ടില്ല, നമ്മുടെ ശനിയാഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ സമയത്ത് മാത്രമാണ് എനിക്കൊരു ഫ്രീ കിട്ടിയത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടും, പിന്നെ വീഡിയോ ഇടില്ല. നാളെ എന്തായാലും ഇടണമെന്നുണ്ട് എനിക്ക്. പക്ഷേ എനിക്ക് നാളെ വേറൊരു കാര്യത്തിന് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ അത് ഇത്തിരി ഇതാണ്. പിന്നെ വരുന്നത് ഞായറാഴ്ച തന്നെ. ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്. ഞായറാഴ്ച നമ്മൾ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. എനിക്ക് ശനിയാഴ്ച നാളെ എനിക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അതിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ആവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരമൊന്നും കിട്ടില്ല. അപ്പോൾ ഇതാണ്. പിന്നെ ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തിട്ടാന്ന് വെച്ചാൽ, ഇതിൽ എൻ്റെ നമ്മുടെ റൂം മേക്കവറാണ് ഞാനൊന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അത് ആണ് ഞാൻ മാക്സിമമായിട്ട് ഉദ്ദേശിച്ചത്. അത് എത്രത്തോളം ആവില്ല എന്നതിന് പോലെ എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇതാണ് ബെഡ്ഷീറ്റ്. ഇതിൻ്റെ 2 കോട്ടും വരുന്നുണ്ട്. പിന്നെ ഇത് കോട്ട് സെറ്റായിട്ടും വരും, ഇതായിട്ട് വരും. പിന്നെ എനിക്കിതിൽ 2 തലോണ കവറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ 2 എക്സ്ട്രാ ടോം ആൻഡ് ജെറിയുടെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭംഗിയിൽ തോന്നാണ്ടായപ്പോൾ ഞാൻ വേറെ 2 നല്ലൊരു കളറായിട്ടുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ റൂമാണ്. ഞാനിവിടെയാണ് കിടന്നുറങ്ങി. എൻ്റെ എനിക്ക് ആ ബെഡിൻ്റെ കോലം കണ്ടാൽ മനസ്സിലാവില്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഞങ്ങൾ ഡോൾസിനെ ഇങ്ങനെ എഫക്റ്റിന് വേണ്ടി വെച്ചതാണ്. എന്നാലും ഞങ്ങളിതിങ്ങനെ സൈഡിൽ വെക്കാറുണ്ട്. ഒരു പ്രത്യേക തരം ഭംഗിയല്ലേ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഇങ്ങനെ റൂം മേക്കവറൊക്കെ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഈ ഡോളൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ല ഭംഗിയിലും ഒക്കെ ഇരിക്കണ കണ്ടപ്പോൾ ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത് ഞാൻ കുഞ്ഞു ശബ്ദം ഞാനിങ്ങനെ വോയിസ് വരും. അതെൻ്റെ അനിയൻ അങ്ങനെ സംസാരിക്കുന്നതാണ്. ഇതാണ് എൻ്റെ ഒരു 4 ഡോളെങ്ങാണ്ടുള്ളൂ. അതിലത്തെ ഞാൻ 2 മാറ്റി വയ്ക്കും. ഇതിൽ ഞാൻ എൻ്റെ മുഖം കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മുഖം കാണിക്കുന്നത് ഞാൻ വിചാരിച്ചു. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ഷോ വർക്കുണ്ട്. ഷോ അല്ല, ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ ബെഡിൻ്റെ ഒക്കെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇത് എൻ്റെ ബെഡ്റൂം തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെറിയ പാട്ട് ആഡ് ചെയ്യും. കാരണം എൻ്റെ തൊണ്ടയ്ക്ക് നല്ല ശബ്ദം വ്യത്യാസമുണ്ട് കേട്ടോ. കുഞ്ഞു ശബ്ദം എന്ന് വെച്ചാൽ തൊണ്ടവേദന, ചുമ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞാൻ എന്തൊക്കെ കാണിക്കേണ്ടത്, ഞാൻ ഇന്നൊന്നും എടുത്ത വീഡിയോ അല്ല, കുറച്ച് നാൾ മുമ്പ് എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് എനിക്ക് അധികമൊന്നും ഓർമ്മയില്ല എന്തൊക്കെ ചെയ്തേന്ന്. പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാൻ തുടങ്ങി. ആദ്യം തന്നെ അവിടെ ഒരു കുഞ്ഞ് കമ്പുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത്, ഈശ്വര നിങ്ങൾ കണ്ടതിപ്പോൾ എന്നെ അടിക്കാൻ വേണ്ടി വെച്ച പോലെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാനത് വേഗം എടുത്ത് മാറ്റി. പക്ഷേ അതിന് വേണ്ടിയല്ലായിരുന്നു, എൻ്റെ ക്രാഫ്റ്റിന് വേണ്ടി തന്നെയായിരുന്നു. ഞാനത് ഇടണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണിത്. ഞാൻ തലോണ കവർ മാറ്റിയിട്ടുണ്ട്. ഒരെണ്ണം മാറ്റിയിട്ടില്ല. ഇനി ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചെറിയ ആക്ഷൻ കാണിക്കിട്ട് മാറ്റും കേട്ടോ. പിന്നെ അവിടെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. എനിക്ക് എന്തോന്ന് എന്നോട് പെട്ടെന്ന് കാലൊക്കെ കഴിച്ചപ്പോൾ എന്തോ ഇരിക്കുന്നു തോന്നി, എന്തൊക്കെ മനസ്സുഖം. പിന്നെ എന്തോ ഒരു കാഴ്ചയൊക്കെ കാണാൻ തോന്നി. പിന്നെ മനസ്സിലൊക്കെ വേറെ എന്തൊക്കെയാ ആലോചിച്ച പോയി. അയ്യോ, അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ വീഡിയോൻ്റെ കാര്യം എന്തോ ഇല്ലേ, അത് ചെയ്യണം.
അപ്പോൾ ഇത് കണ്ടില്ല, നിഴലല്ല, എന്തോ നിഴൽ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു ആക്ഷൻ, ഞാൻ പറഞ്ഞ ആക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഞാൻ വിരിച്ചിട്ടുണ്ട്. നല്ല കോട്ട് സെറ്റാണ്, നല്ല ഭംഗിയുള്ളൊരു കോട്ട് സെറ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2 തലോണകളുടെ കവർ കാണിക്കും. ബാക്കി 2 ഞാൻ കാണിച്ചിട്ടില്ല, കാരണം അത് ഞാൻ ഈ ടോം ആൻഡ് ജെറി അല്ലോ എടുത്തേക്കണേ, അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല. ബാക്കിയൊക്കെ ഞാൻ അതിൽ തന്നെ ആക്ഷൻ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ മീൻസ് സ്റ്റഡി അല്ല, ലൈക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. അതിൽ ബുക്സൊക്കെ എൻ്റെ ഒന്നുമല്ല കേട്ടോ. ഇത് ഈ ബുക്സൊക്കെ എൻ്റെ അനിയത്തിയുടെ ബുക്സൊക്കെ എൻ്റെ സ്ഥലത്താണ് വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ ഉണ്ട് കുറച്ച് ബുക്സ്. കാര്യം നിങ്ങൾക്ക് ജേർണൽ ചെയ്യണം, പിന്നെ കുഞ്ഞു പ്ലാനിൻ്റെ ബുക്ക്, അങ്ങനെ കുഞ്ഞു ബുക്ക്, അങ്ങനത്തെ കുഞ്ഞു ബുക്ക്. പിന്നെ എൻ്റെ ഉള്ള സ്ലേറ്റാണ് ലെറ്റേഴ്സ് ക്ലീൻ റൂം, അതാണ് ഞാൻ ചെയ്തേക്കണേ. ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള കഴിവുണ്ട്, അതാണ് നമ്മുടെ യു ക്യാൻ ക്രാഫ്റ്റ്. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചെയ്യണം എന്ന്. അപ്പോൾ ഇതിൽ ഞാൻ ഇങ്ങനെ എടുത്തു കൊണ്ട് പോകുമ്പോൾ ചെറിയൊരു മാറ്റം വരും, കാരണം ഇതിൽ എൻ്റെ കുറച്ച് കളക്ഷൻ ഇത് വെച്ചിട്ടാണ് ഞാൻ ജേർണലൊക്കെ ചെയ്യാം. കാരണം നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൽ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സിനൊക്കെ കാണിക്കണേ, പക്ഷേ എനിക്ക് ആ ഷീറ്റ് വന്നിട്ട് ഒരു ഇതും ഇല്ല. മറ്റേ ഷീറ്റ് വന്നിട്ട് ഭ്രാന്തായിട്ട് പാടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അടച്ചു ദേഷ്യം വന്നിട്ട്. പിന്നെ ഇടക്കിടക്ക് ഞാൻ ഈ ഡ്രസ്സ് ഊരുന്നതെന്നു വെച്ചാൽ, കാരണം ഇതിങ്ങോട്ട് കയറിപ്പോകുമ്പോൾ എനിക്കെന്താ അസ്വസ്ഥത. പിന്നെ ഞാൻ കാണിച്ചു തരുന്നത് വാഷി ടേപ്പാണ്. വാഷി ടേപ്പ് മീൻസ് മൈ ഫേവറേറ്റ് സംഭവം. സ്റ്റിക്കറിനേറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് വാഷി ടേപ്പാണ്. വാഷി ടേപ്പിനേറ്റവും കൂടുതൽ എനിക്ക് സ്റ്റിക്കറാണ് ഇഷ്ടം. പക്ഷെ എന്നാലും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഞാൻ എന്തോ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. അതിനൊക്കെ വീഡിയോ ചാനലിൽ വഴിയേ വരും. എനിക്കിപ്പോൾ നേരം കിട്ടാത്ത കാരണം കൊണ്ടാണ് എനിക്കിത് ഇടാനും പറ്റാത്തത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചൊക്കെ കാണിച്ചിട്ട് ഞാനത് അങ്ങനെ തന്നെ അടച്ച് വെക്കുകയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്തു, പിന്നെ ഞാനൊരു ഡയറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കോഫിയിലൊക്കെ മുക്കിയിട്ട് മറ്റേ കളർ വരുന്ന ഡയറി, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് വരും, നല്ല രസമുള്ള വീഡിയോ അങ്ങനത്തെകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടമുണ്ടല്ലേ. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ കുട്ടി സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. കാരണം ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇതിൽ ഗിവ് അവേ ചെയ്യുമെന്ന്. കാരണം എനിക്ക് ഗിവ് അവേ ചെയ്യാൻ കഴിയും, പക്ഷെ ഞാൻ ഒരു വട്ടം ചെയ്യും കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ വരച്ചതാണ് കേട്ടോ, ട്യൂലിപ്പ്. ഇതിൽ ഞാൻ മറ്റേ ഡെയിലി മൈ ഡേ ഡയറിയാണ് ഞാൻ എൻ്റെ ബുക്കിൽ ഞാൻ കവർ ചെയ്തപ്പോൾ എഴുതിയത്. പിന്നെ ഈ പാനൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഒരു ഷോയ്ക്ക് വേണ്ടിയാണ്, പക്ഷെ എന്നാലും എനിക്ക് കുറച്ച് നോട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലൊന്നും അല്ലാട്ട് എഴുതാം, ഇങ്ങനെ എന്തുകൊണ്ട് ഞാൻ ഇത് വഴിയെ കാണിക്കുന്ന അങ്ങാണ്ടാ ഇതിലെഴുതിയത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഷോ ഇറക്കാൻ വേണ്ടി ഇങ്ങനെ കയറ്റി ഇറക്കി നിൽക്കുന്നതാണ് നമ്മുടെ ടോപ്പ്. പിന്നെ നമ്മളിങ്ങനെ എഴുതുന്നത് കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് എഴുതുന്നതാന്ന് പോലെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇട്ടിട്ടുണ്ടല്ലോ എൻ്റെ വീട്ടിലായിരിക്കും ഞാൻ ഇട്ടിട്ടുണ്ട്. ചെറിയ പിങ്ക് കളർ ഡയറി അതിൻ്റെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒരു ചെറിയൊരു മേക്കോവർ നടത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ശ്രദ്ധിച്ച് ഈ ഒരു ഇപ്രാവശ്യം ഞാൻ കുറേ ജോലി ഇപ്പോൾ വെറുതെ ഇരിക്കുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ
പിന്നെ ഞാൻ വന്ന് കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ളൊരു റബ്ബറാണ്. അത് മിററിൻ്റെ പോലെയാണ് റബ്ബർ. അതാണ് ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, മിററിൽ നോക്കുന്ന പോലെ. ഞാൻ എടുക്കാൻ പോയത് എൻ്റെ സ്ഥിരം കീച്ചനാണ്. അതിലൊരു കുപ്പി പോലത്തില്ല, അത് ഞാൻ ഞാത്തിട്ടതാട്ടോ. ബാക്കിയൊക്കെ എൻ്റെ മറ്റേ മേടിച്ചതാണ്. പിന്നെ അതിൻ്റെ ഇതൊന്ന് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, അതാണ് എൻ്റെ പ്രശ്നമായിട്ട്. ഇതിൽ അങ്ങനെയാണ് സംഭവം. പിന്നെ അത് ഏതാണ് നമ്മൾ ഉണ്ടാക്കിയൊരു കൈ ചെയിൻ പോലത്തെ സംഭവം, ബ്രേസ്ലെറ്റ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ പോലത്തെ സംഭവം. പിന്നെ ഞാനൊരു ബുക്കിൻ്റെ കാര്യം പറഞ്ഞില്ല, ഒരു കോഫി, അതിൻ്റെ ഇതാണ് ഞാൻ ചെയ്തേക്കണം. കമ്മിങ് സൂൺ വീഡിയോ എന്തായാലും വരും. ആ വീഡിയോ ഞാൻ ഇട്ടിരിക്കും, കാരണം നല്ലൊരു ജേർണൽ ബുക്ക് ഒക്കെ ഒരു ഇത് കിട്ടുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ഞായറാഴ്ച ആയിട്ട് ഇടാൻ നോക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്നിട്ട് നമ്മുടെ ക്ലോ ക്ലിപ്പല്ലേ, ഫ്ലവർ ക്ലോ ക്ലിപ്പ്, അതാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ക്ലോ ക്ലിപ്സ് ഉണ്ടായിരുന്നു 2 ഇപ്പം എൻ്റെ കയ്യിൽ 3 ഉള്ളൂ, ബാക്കി ഉണ്ടായിരുന്നു ഒക്കെ പൊട്ടിപ്പോയി. എൻ്റെ അനിയൻ പൊട്ടിച്ചിട്ടാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ശബ്ദമുണ്ട്. നെവർ മൈൻഡ് ആട്ടോ, നമ്മുടെ കാര്യത്തിന്. ഇതാണ് എൻ്റെ കയ്യിലുള്ളൊരു ഫ്ലവർ ക്ലോ ക്ലിപ്പ്. അപ്പോൾ പറഞ്ഞ് ഇപ്പോൾ എൻ്റെ വായിലില്ലാണ്ടായി. പിന്നെ ഈ സംഭവത്തിൻ്റെ ട്രെൻഡായപ്പോൾ ഞാൻ ഉപയോഗിച്ചായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, എനിക്ക് ട്രെൻഡായിട്ട് തോന്നുന്നുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ല. ഇപ്പം ഞാൻ എന്തൊരു മണ്ടത്തരമൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് കേട്ടോ. കാരണം വീഡിയോയ്ക്ക് വരുമ്പോൾ നല്ല എഫക്റ്റിൽ വരണം, അങ്ങനെയൊക്കെ ആയിട്ടില്ല. പിന്നെയാണ് ഇത് നമ്മുടെ ഈ ഒരു റുട്ടീൻ കാണിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ബെഡ്ഷീറ്റ് വരയ്ക്കണേ. പിന്നെ പുതപ്പൊക്കെ ഞാൻ പുതിയത് ഇട്ടതാണ്, അത് ഇന്നലെ ഇട്ടിട്ടുള്ളൂ. അത് ഇപ്പോൾ ഞാൻ മാറ്റിയിട്ടില്ല, കാരണം അത് മിഞ്ഞാന്നങ്ങാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് മാറ്റിയില്ല ഞാൻ. പിന്നെ എൻ്റെ അനിയത്തിയുടെ കുറച്ച് കുഞ്ഞ് ഐറ്റമാണ്. ഇതിൽ ആദ്യമേ തന്നെ ഇത് ലൈൻ കണ്ടില്ലേ നിങ്ങളുടെ എന്തോ അവളുടെ കുറച്ച് മുത്തൊക്കെ താഴെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പേപ്പർ സോപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. എനിക്ക് കിൻഡർ ജോയിന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങളായിരുന്നു. അതിലത്തെ ഇപ്പോൾ കാണിക്കുന്നത് എൻ്റെ അനിയത്തിയുടെയാണ്. അത് താഴെ വീണു, അപ്പോൾ ഞാൻ പൊത്തി പിടിച്ചിട്ട് എടുത്തതാണ്. പിന്നെ മറ്റേ സ്റ്റാറിൻ്റെ കാണിച്ചില്ലേ, അത് 2 പേർക്കും ഉണ്ട്, അത് എനിക്കുണ്ട് അനിയത്തിക്കും ഉണ്ട്. പിന്നെ ഇത് മറ്റേ സ്റ്റാർ പെന്നില്ലേ, അതായത് ഗ്ലിറ്ററൊക്കെ ആയിട്ട് ലിപ്സ്റ്റിക് പെൻ, അപ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടിയതാണ് എനിക്ക്. അത് ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുത്തതാണ്.
പിന്നെ ദേ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൈയൊക്കെ അങ്ങോട്ട് കളച്ചിട്ട് പിന്നെ എൻ്റെ അനിയത്തിയുടെ ഒരു ഫോട്ടോയും വന്നിട്ടുണ്ട്. കാരണം അത് അവൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തതാണ്. അത് നെവർ മൈൻഡ് കേട്ടോ. കാരണം അതെൻ്റെ അനിയത്തിയുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇതൊക്കെ എപ്പോഴത്തൊന്നും പോലെ എനിക്ക് അറിഞ്ഞുകൂടാം. ഞാനവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ താഴെയായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോൾ ഒരു കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങൾ എല്ലാവരും കമൻറ്റ് ഇടണം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ബൈ. അപ്പോൾ എല്ലാവർക്കും ബൈ.